അസ്സലാമലൈക്കും, ഹായ് ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ എത്ര മണി മുതലാണ് വ്ലോഗ് തുടങ്ങിയത് എന്ന് കണ്ടല്ലോ. 4:40 മുതൽ 4:40 ഞാൻ എണീക്കണമെങ്കിൽ 4:20 മുതൽ അലാറം അടിച്ച് തുടങ്ങണം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ തൈറോയിഡിൻ്റെ മരുന്നെല്ലാം കഴിച്ച ശേഷം ബ്രഷൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. ഇനി നമ്മുടെ ബാക്കിയുള്ള പരിപാടികളെല്ലാം കഴിഞ്ഞ് ഡ്രസ്സെല്ലാം മാറ്റി വന്ന് വെള്ളമൊക്കെ നിറയ്ക്കണം കേട്ടോ. അങ്ങനത്തെ കുറേ പരിപാടികളാണ്. അപ്പോൾ നമ്മൾ ജിമ്മിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇന്നുണ്ടല്ലോ എനിക്ക് ഭയങ്കര ഇടുപ്പ് വേദനയുള്ള ഇടുപ്പും തൈസും ഇത് രണ്ടും ഭയങ്കര പെയിൻ ഉണ്ട് കേട്ടോ. കാർഡിയോ ചെയ്തുകൊണ്ടാണ്. പക്ഷെ ഇന്നും ജിമ്മ് ലീവാക്കണ്ടെന്ന് വിചാരിച്ചു. ഒരു ദിവസം ഞാൻ ലീവാക്കിയത് കൊണ്ട് ഇന്നും ചെയ്യണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ വന്നാൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെച്ചതാണ്. എഗ്ഗും വെച്ചു. പിന്നെ നമ്മൾ ഇന്നലെ തന്നെ രാത്രി പത്തിരിക്ക് ഉണ്ടാക്കിയാണ്ട് കുഴച്ച് പരത്തി വെച്ചിട്ടുണ്ടായിരുന്നു, അതും വെച്ചു കേട്ടോ. പിന്നെ ഈ എഗ്ഗ് ഉണ്ടല്ലോ, നല്ല തണുത്ത എഗ്ഗ് നമ്മൾ ബോയിൽ ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ തൊലി പൊളിച്ചാൽ കിട്ടൂല. അപ്പോൾ ഫ്രിഡ്ജിൽ എഗ്ഗ് വെക്കുന്നവർ കുറച്ച് മുന്നേ എടുത്ത് പുറത്ത് വെക്കണം കേട്ടോ. എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് ആണത്, അതാണ് ഞാനിവിടെ ഷെയർ ആക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഡ്രസ്സെല്ലാം മാറ്റി നമ്മുടെ ബാഗിലോട്ട് വെള്ളം, ടർക്കി ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വെച്ച്. ഇന്ന് റിഹാൻ വരുന്നില്ല, അത്ര കുറച്ച് മടിയനായിരിക്കണം അവന്. ഇനി തിങ്കളാഴ്ച മുതൽ വരാമെന്നും പറഞ്ഞേക്കുവാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പ്രീ വർക്കൗട്ട് ആയിട്ട് ആപ്പിളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഈ റോബസ്റ്റേ, നേന്ത്രപ്പഴമൊന്നും പറ്റില്ല കേട്ടോ, റോബസ്റ്റ അല്ലെങ്കിൽ വീറ്റ് ബ്രെഡ് അല്ലെങ്കിൽ കോഫി, മധുരം ഇല്ലാത്ത കോഫി, ഇങ്ങനെയൊക്കെ കഴിച്ചിട്ട് വരാൻ പറഞ്ഞു, ഏതെങ്കിലും ഒന്നൊക്കെ. അപ്പോൾ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത് റോബസ്റ്റ് ആണ് കേട്ടോ. അപ്പം ഞാൻ റോബസ്റ്റ് ഇരുന്ന് കഴിച്ചു. എന്നിട്ടാണ് ഞാൻ ഇന്ന് വർക്കൗട്ടിന് പോകുന്നത്. കാരണം സ്ട്രെങ്ത് ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത് കേട്ടോ, നമുക്ക് ഡയറ്റൊക്കെ പറഞ്ഞു തരുന്ന ആള്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി കുറേ കമൻസ് ഉണ്ടല്ലോ വായിക്കാൻ വേണ്ടിയിട്ട്. സോക്സ് ഒക്കെ ഇടുകയാണ്. പിന്നെ എൻ്റെ അടുത്ത് മെയിനായിട്ട് കുറേ ആൾക്കാർ ചോദിക്കുന്നത് ജിം ഡ്രസ്സ് എവിടുന്ന ഇത്രയും നീറ്റായിട്ട് ഇടാൻ പറ്റുന്നുണ്ടല്ലോ, ഞങ്ങൾക്കും ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റയിലാണ് കേട്ടോ ഇത് കുറേ ചോദിക്കാറ്. അപ്പോൾ ഇത് ഞാൻ സ്മാർട്ട് ബസാറിന്ന് മേടിച്ചതാണ്, റിലയൻസിന്റെ. പിന്നെ ഞാൻ വേറെ 2 എടുത്തിട്ടുണ്ട്, അത് ഞാൻ നാളത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ. അത് എവിടുന്നാ മേടിച്ചു എന്നുള്ളതൊക്കെ അവിടെ പറയാം, അതെങ്ങനെ മേടിച്ചു എന്നുള്ളതൊക്കെ പറയാം കേട്ടോ. അപ്പോൾ നാളത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുൾ കാണുക, ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുൾ കാണുക. ഇത്രയും നേരം ലൈക്ക് ചെയ്തിട്ടില്ല, വേഗം പോയി ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്ന് ലെഗ് ഡേ ആണ്, സാറ്റർഡേ ആണ്. ഭയങ്കര ഉഷാറോടെയാണ് ഞാൻ പോകുന്നത്. എന്നാലും എനിക്കറിയാം എനിക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളത്. ഈ പറഞ്ഞ പോലെ ലാസ്റ്റ് ടൈം കാർഡിയോ ചെയ്തപ്പോൾ വന്ന പെയിന് ഇനിയും മാറിയിട്ടില്ല. അതാ ഈ വോയിസ് എവിടെ കൊടുക്കുമ്പോൾ മാറിയിട്ടില്ല. നമ്മുടെ മാസ്റ്ററിനോട് പറഞ്ഞപ്പോൾ മൂപ്പര് പറയും ഇതൊക്കെ നിസാരം എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാണ്. അങ്ങനെ ജിമ്മെത്തി നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്ത് ബാഗിൽ നിന്ന് വെച്ചു. ഇനിയിപ്പോൾ നേരെ പോയിട്ട് ഞാൻ ഷൂ ഇടും. അപ്പോൾ സാറ്റർഡേ നമുക്ക് ലെഗ് ഡേ ആയതുകൊണ്ട് കാർഡിയോ ഇല്ല. പിന്നെ ട്രെഡ്മില്ല് നേരത്തെ ചെയ്യാം. അപ്പോൾ ഞാൻ പൊതുവെ ഇപ്പോൾ ട്രെഡ്മില്ല് നേരത്തെ ചെയ്യുന്നത്, കാരണം എനിക്ക് സമയം കിട്ടുന്നില്ല കേട്ടോ. എല്ലാം കഴിഞ്ഞ് ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് സമയമാവുന്നു ജിമ്മിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ സമയം സെറ്റാകാൻ വേണ്ടിയിട്ട് ഞാൻ ട്രെഡ്മില്ല് നേരത്തെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അപ്പോൾ നമ്മുടെ ഷൂ ഒക്കെ ഇട്ടു. ഞാൻ പിന്നെ സോക്സ് അവിടെ നിന്ന് തന്നെ ഇട്ടിട്ട് വരും. ഇക്ക് പിന്നെ ജിമ്മിൽ വന്നിട്ടേ സോക്സ് ഇട്ടുള്ളൂ. അതുപോലെ ഓട്സ് പുട്ടിന് നനച്ച പൊടി എടുക്കുമോ, ഓട്സ് നനച്ചിട്ട് പൊടിച്ചെടുക്കുമോ എന്നാണ് കേട്ടോ ചോദിക്കുന്നത്. ഇല്ല, പൊടിച്ചെടുക്കാറില്ല. കാരണം എനിക്ക് മാത്രമല്ല ഉണ്ടാക്കുന്നത്. അപ്പൊ പിന്നെ ഞാൻ നനച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കും. അത് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ വാമപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാനൊരു സംഭവം ചെയ്യുന്നത് കാണിച്ചു തരാം കേട്ടോ, ചിരിക്കരുത്. കാരണം ഇടുപ്പിന് പണി കിട്ടിയത് കൊണ്ട് എനിക്കത് ഒരുപാട് ബാക്കിലോട്ട് പോകാൻ പറ്റുന്നില്ല. ഇന്നത്തെ വർക്കൗട്ട് അത്രയ്ക്ക് അങ്ങ് ശരിയായിട്ടില്ല എന്നുള്ളത് എനിക്ക് തന്നെ അറിയാം കേട്ടോ. എൻ്റെ അവസ്ഥ അത് കാരണമാണ്. എന്നാലും ഞാൻ വിട്ടുകൊടുത്തില്ല എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ കയ്യിലുള്ള ഇതെല്ലാം ഒന്ന് ചെയ്തു. ഇത് ഞാൻ ബാക്കിലോട്ട് ഇനിയും പോവാറുണ്ട്, പക്ഷെ ഇന്ന് പറ്റുന്നില്ല, അത്രയും പെയിനാണ് കേട്ടോ. എന്നാലും ഞാൻ ചെയ്യാന്ന് വിചാരിച്ചു. അവിടെ ചാടി കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ, ചിരിക്കരുത് കേട്ടോ. പിന്നെ സിറ്റപ്പാണ് കേട്ടോ ചെയ്യുന്നത്. ഞാൻ പിന്നെ ചാട്ടം ഇങ്ങനത്തെ സംഭവങ്ങൾ വീട്ടിൽ വൈകുന്നേരമാണ് കേട്ടോ ചെയ്യാറുള്ളത്. എനിക്ക് അതാണ് കംഫർട്ട്, അതുകൊണ്ടാണ്. അങ്ങനെ പുഷപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബാർ ഒന്ന് താഴെ വെച്ച് തന്നു, കാരണം ബാർ ഭയങ്കര വെയിറ്റ് ആണ്. അപ്പൊ ഞാൻ പുഷപ്പ് ചെയ്യാം. ഒരു 25 പുഷപ്പൊക്കെ തന്നെ ഉള്ളൂ എനിക്ക് പറ്റുള്ളൂ ഈ ഒരു ലെവലില്. ഇനിയും താഴോട്ട് കൊണ്ടുപോകണമെന്ന് മാസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നോക്കാം, ആദ്യം ഈ ലെവലിൽ സെറ്റ് ആവട്ടെ. ഇവിടെ വന്നപ്പോൾ മൂപ്പര് ഭയങ്കര പുഷപ്പ്. അപ്പൊ ഞാൻ വേഗം പോയിട്ട് ട്രെഡ്മില്ല് കയറി. ഞാനൊരു 10
10-12 മിനിറ്റ് അത്രേ നടക്കുള്ളൂ ട്രെഡ്മില്ലിൽ. അത് കിലോമീറ്ററിൽ എത്ര സ്പീഡാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5.8 വരെ ഞാൻ ഈസി ആയിട്ട് നടക്കും. 6 ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് ടൈറ്റ് ആണ് കേട്ടോ. അപ്പൊ ഞാൻ ലാസ്റ്റ് ഒരു 2 മിനിറ്റ്സ് ഒക്കെ 6 ഇടും, കാരണം അതൊന്ന് ശീലമാകാൻ വേണ്ടിയിട്ട് ഇടുന്നതാണ്. അങ്ങനെ ഒരു 10 മിനിറ്റ് ട്രെഡ്മില്ല് കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം നല്ല പോലെ ഞാൻ വിയർത്ത് കുടിച്ചിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ ഭയങ്കര ഒരു ആത്മസംതൃപ്തിയോടെ അവിടുന്ന് ഇറങ്ങിയിട്ട് വരും. കാരണം ട്രെഡ്മില്ലിലാണ് ഞാൻ അത്യാവശ്യം വിയർക്കാറ്. പിന്നെ ഇതെല്ലാം ഞാൻ വർക്കൗട്ടിന് ശേഷം ചെയ്യുന്നതാണ്. ഇന്ന് ലെഗ് ഡേ ആയതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്, ഫസ്റ്റ് തന്നെ ചെയ്യുന്നത്. ഇതൊരു ഞാൻ 10-200 പ്രാവശ്യമൊക്കെ തന്നെ ചെയ്യുള്ളൂ, ഒരു 2 മിനിറ്റ് അങ്ങനെയൊക്കെ തന്നെ. അപ്പൊ കുറച്ച് ആൾക്കാർ എത്തിക്കഴിഞ്ഞു. നമ്മൾ നേരത്തെ പോയതുകൊണ്ട് അധികം ആൾക്കാരൊന്നും ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ ഇക്കാന്റെ ട്രെഡ്മില്ലും കഴിഞ്ഞു. ഇനിയിപ്പം ഞങ്ങള് നേരെ പോയി നമ്മുടെ കുറെ കാര്യങ്ങളുണ്ട്, അത് ചെയ്യണം. പിന്നെന്താണ്, നമ്മുടെ കോണീച്ചയുടെ പല നെയിമുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതായത് നമ്മളിവിടെ കിമൂസി എന്നാണ് ഈച്ചനും പറയുക. എന്നിട്ട് ഓക്കെ, വ്ലോഗ് സൂപ്പർ, അല്ല ജിനിതാക്ക് ഉന്നത വിജയം തരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഓക്കെ, താങ്ക് യു സോ മച്ച്. എനിക്ക് ലെഗ് ഡേയിൽ ഏറ്റവും പേടിയുള്ള ഒരു കാര്യം ഇതായിരുന്നു കേട്ടോ. ഭയങ്കര ടെൻഷനാണ് എനിക്ക്. അപ്പൊ വെയിറ്റ് നമ്മള് 30-35 ഇടും. ഞാൻ വേഗം എനിക്ക് എടുക്കുമ്പോൾ ഒരു 10 ഇടുള്ളൂ. 15 എനിക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഇന്ന് ഇടുപ്പിന് നല്ല പണി കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇതിനേക്കാളിലൊക്കെ താഴെയായിട്ട് ഞാൻ ചെയ്യും കേട്ടോ. പക്ഷെ വേദനയിൽ ചെയ്യുമ്പോൾ ഒന്നുകൂടെ പെയിൻ കൂടുക കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ഈ ഒരു സംഭവം, ഇതിന്റെ പേരൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ല, ചോദിച്ച് പഠിക്കണം. എനിക്ക് ഇഷ്ടമാണ് സദ്യയുടെ എല്ലാ വിഭവങ്ങൾ. എന്തിനാണ് നനഞ്ഞ മുടി കെട്ടി വെക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ലഞ്ചിന് റൈസ് അവോയ്ഡ് ചെയ്തില്ലേ? ഞാൻ വൈകിട്ട് എടുക്കും ഗ്രീൻ ടീ കുടിക്കാറുണ്ട്. മോർണിംഗ് മാത്രം ഞാൻ ചായ കുടിക്കും. ഓക്കെ, മോർണിംഗ് ഒരു കപ്പ് ചായ കിട്ടിയിട്ടില്ലെങ്കിൽ അന്നത്തെ ദിവസം ഉഷാറുണ്ടാവില്ല അല്ലെ. ഞാന് ഇന്ന് നല്ല ഒരു ചായ ഞാൻ കുടിച്ചു. വിഷമൊക്കെ ഉണ്ട് കുടിച്ചപ്പോ, പക്ഷെ ഞാൻ കുടിച്ചു കേട്ടോ. അങ്ങനെ നമ്മുടെ ഫ്രണ്ട് ഭാഗമാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. ഇത് ബാക്കും ഫ്രണ്ടും ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന്. അപ്പോൾ ഇന്ന് മെഷീന് വേറെ രീതിയിൽ വെച്ചപ്പോൾ എനിക്കൊരു ഐഡിയയും കിട്ടുന്നില്ല കേട്ടോ, ഇത് എങ്ങനെ എന്ത് എന്നുള്ളത്. സാധാരണ കുറച്ച് താഴെ വെക്കുക. അപ്പൊ ഞാൻ കയറി നിന്നിട്ട് എന്റെ ഷോൾഡറിൽ പൊക്കി വെക്കും. ഇക്കൊന്ന് വേറെ മോഡൽ വെച്ചപ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് എങ്ങനെ ചെയ്യേണ്ടതെന്ന്. അപ്പൊ അത് ചോദിക്കുകയാണ്. ഇതിനേക്കാളും താഴാറുണ്ട്, പക്ഷെ ഇന്നത്തെ അവസ്ഥ നിങ്ങൾക്ക് അറിയാലോ. ഓക്കെ. പിന്നെ ഹായ് ജിനി, സൂപ്പർ ജിനിയുടെ ചായ കുടിക്കാൻ പാലക്കാട്ടേക്ക് വരട്ടെ, കുറച്ച് മെലിഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അസ്സാം വലൈക്കും. കുമ്പളങ്ങ പച്ചടി സൂപ്പർ ബ്ലോഗ്. എനിക്ക് 2 മരുമക്കൾ ഉണ്ട്. ഞാൻ അവരോട് എപ്പോഴും പറയും നിന്റെ കാര്യം, അവർക്ക് നല്ല സ്നേഹം തന്നെയാണ്. എന്നാലും നിന്റെ വീഡിയോസ് ഞാൻ കാട്ടിക്കൊടുത്തു. എന്റെ വീട് ഷൊർണൂറാണ്. ഓക്കെ, മരുമക്കളോടൊക്കെ എന്റെ ഹായ് പറയണം കേട്ടോ എന്തായാലും. പിന്നെന്താ ഹായ് അയച്ചിട്ടുണ്ട്. ഇക്കയുടെ ഉമ്മാക്ക് ഒരു മോനേ ഉള്ളൂ. വീഡിയോക്ക് കമന്റ് വായിക്കുന്നത് രസമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു മോനാണ് കേട്ടോ, വേറെ ആരും ഇല്ല ഇവിടെ. ബിരിയാണി സ്പെഷ്യൽ കുമ്പളങ്ങ മിഠായി ഉണ്ടാക്കുമോ? കുമ്പളങ്ങ കണ്ടപ്പോൾ എന്റെ മൈൻഡിൽ അതന്നെയാ വന്നത്. പക്ഷെ നമ്മളിവിടെ കുറച്ച് ഇതല്ലേ, ഡയറ്റിലോട്ട് പോവല്ലേ, അപ്പൊ പിന്നെ കുമ്പളങ്ങ മിഠായി വേണ്ട വിചാരിച്ചു. ഇനി ഓണത്തിന് പായസമൊക്കെ എന്തായാലും ഉണ്ടാക്കണം, അതുകൊണ്ടാണ്. പക്ഷെ എനിക്ക് ഒരു ഇൻട്രസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ റെസിപ്പിക്ക് വേണ്ടിയിട്ട് കുറച്ച് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇൻഷാല്ലാ ചെയ്യാട്ടോ. എപ്പോഴൊന്നുമില്ല. ജിനി, ഞാൻ മെസ്സേജ് ഇട്ടിട്ടുണ്ട്, നമ്പർ തരണം, മോളുടെ അക്കൗണ്ടിൽ നിന്നാണ്. ഓക്കെ, ഇൻഷാല്ലാ. ഞാൻ നമ്പർ ഇന്നലെ തന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ. പിന്നെ അടിപൊളി എന്ന് പറഞ്ഞിട്ടുണ്ട്. കമന്റ് ഇട്ട് പിറ്റേ ദിവസത്തെ വീഡിയോ കാണാൻ കാത്തിരിക്കും. ഇത്ര നിങ്ങളുടെ കമന്റിന് വേണ്ടി ഞാൻ കാത്തിരിക്കണ പോലെയല്ല. എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ആരെങ്കിലും ലൈക്ക് ചെയ്യേണ്ട വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. അങ്ങനെ 15 വെയിറ്റ് ഇട്ടിട്ടാണ് ഞാൻ ലെഗ് പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. പക്ഷെ നടക്കുന്നില്ല. 15 ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിരുന്നു. ഈ പ്രാവശ്യത്തെ പെയിൻ കാരണം എനിക്ക് പറ്റുന്നില്ല. അപ്പൊ ഞാൻ ഇക്കാനോട് പറഞ്ഞു എനിക്ക് 10 മതി, 15 വേണ്ട എന്ന് പറഞ്ഞു കേട്ടോ. ഒറ്റ പ്രാവശ്യം ആക്കുമ്പത്തിന് ശരിയാവുന്നില്ല. പിന്നെ നമ്മൾ മുകളിലോട്ടാക്കിയപ്പോൾ മെഷീൻ എന്തോ പോലെ നിൽക്കുന്നുട്ടോ. അത് കണ്ടപ്പോ എനിക്ക് തന്നെ ടെൻഷനായി. ഞാൻ അതാണ് ഇങ്ങനെ ഇത് നോക്കുന്നൊക്കെ പറയാണ്. എന്തോ പോലെ ആയിട്ടുണ്ടായിരുന്നു. ഒരു ഭാഗം ഓക്കെ ആയിട്ടുണ്ടായിരുന്നു, ഒരു ഭാഗം ഇങ്ങനെ മുകളിലോട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കോച്ച് വന്നിട്ട് അത് ശരിയാക്കി തന്നു കേട്ടോ. പിന്നെ ഞാൻ 10 ഇട്ടിട്ട് വീണ്ടും ചെയ്യാൻ തുടങ്ങി.
അപ്പൊ ഇന്നലെ ഇൻസ്റ്റയിൽ വർക്കൗട്ട് ചെയ്യുന്ന വീഡിയോ ഇട്ടപ്പോൾ കുറെ ആൾക്കാർ പറഞ്ഞു, കുറെ ആൾക്കാരല്ല ഒരാൾ പറഞ്ഞു ലെഗ് ചെയ്യുന്നതൊന്നും ശരിയല്ല എന്ന്. ലെഗ് ഞാൻ ഇതിനേക്കാളും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാറുണ്ട്. പക്ഷെ ഇപ്പം എനിക്ക് വയ്യാത്തതിന്റെ ഒരു റീസൺ ആണ് കേട്ടോ, അല്ലാണ്ട് ചെയ്യാൻ അറിയാനിട്ടല്ല. എന്നാലും ഞാൻ ഇനിയും എന്തോരം പഠിക്കാനുണ്ട് എന്നുള്ളത് എനിക്കറിയാം. എന്നാലും ഇതിനേക്കാൾ കൂടുതൽ ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഫൈനൽ ഇതിലോട്ട് പോവുകയാണ്. അവിടെ വേറെയും കുറേ പേര് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഏറ്റവും ടെൻഷനുള്ള ഒരു കാര്യമാണ് ഇതാ ഈ ഒരു ബാറ്. അത് ഡിക്ലൈൻ ആണെങ്കിൽ പോയിട്ടാ, എനിക്ക് ഭയങ്കര പേടിയാണ്. ഇങ്ങനെ നിന്ന് സപ്പോർട്ട് ചെയ്യൂട്ടോ ഇക്ക. അപ്പോൾ എനിക്ക് കുറേ ഒരു സമാധാനം ഉണ്ടാവും. ഇല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് എന്താണ് എനിക്ക് ചെയ്യാൻ പറ്റൂല. ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സപ്പോർട്ട് ചെയ്ത് ചെയ്യുന്നുണ്ട് കേട്ടോ. പിള്ളേരൊക്കെ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വന്ന കുറേ പിള്ളേരുണ്ട്. പിന്നെ ആ ടീഷർട്ടില്ലേ, ജിമ്മിലെ ബ്രൂസ്ലി എന്നറിയപ്പെടുന്ന ആളാണ് കേട്ടോ. ഭയങ്കര ലെഗ് പ്രസ് ചെയ്യുമ്പോൾ ഭയങ്കര വെയിറ്റ് എടുക്കും കേട്ടോ. എന്തായാലും ഇനിയും അവള് എന്തൊക്കെയോ ഇതിലുണ്ട് തോന്നുന്നു, പ്രോഗ്രാമിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ കപ്പിൾസ് വർക്കൗട്ട് ഉണ്ട് നമ്മുടെ ജിമ്മില്. ഞങ്ങളും ഓൾറെഡി അങ്ങനെ തന്നെയാണല്ലോ. ഇതേപോലെ വേറെ ആൾക്കാരുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു സംഭവം ഫസ്റ്റ് എടുത്ത ദിവസം ഞാൻ മറക്കൂല. ഇപ്പൊ പിന്നെ 10 കിലോ ഒക്കെ ഞാൻ സുഖമായിട്ട് എടുക്കുന്നുണ്ട്. മറ്റേ എന്റെ കയ്യങ്ങോട്ട് മടക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. എനിക്കിപ്പോ വെയിറ്റ് എടുത്തിട്ട് എനിക്ക് തന്നെ ഞാൻ ഇമ്പ്രൂവ് ആയിട്ട് വരുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെന്താ ഹായ്, ഇന്നൊരു ഹായ് മാത്രം, പല്ല് പറിച്ചത് കൊണ്ടാണ്. ഓക്കെ. എന്നിട്ടിപ്പോ പല്ല് അതിന് കുറവുണ്ടോ? ജിനിത സൂപ്പർ. ജിനിത എനിക്കും കാണണമെന്നുണ്ട്, പക്ഷെ പറ്റില്ലല്ലോ, ഞാൻ കാസർഗോഡ്. ഓക്കെ, കാസർഗോഡ് ഞാൻ വരാൻ ചാൻസ് ഭയങ്കര കുറവാണ് കേട്ടോ. കാരണം എൻ്റെ താത്ത കൊച്ചിയിലായതുകൊണ്ട് ഇനിയിപ്പോൾ അവരൊക്കെ ആള് സെറ്റിൽ ആവുകയാണെങ്കിൽ വരും. I hate green tea. Try a fresh by Herbalife which you used earlier. അതെ, പിന്നെ ഫ്ലേവേർഡ് ടീ ബാഗ്സ് വാങ്ങി കുടിക്കൂ. വിത്തൗട്ട് ഷുഗർ, ബെറ്റർ ദാൻ ഗ്രീൻ ടീ ഇൻ ടേംസ് ഓഫ് ടേസ്റ്റ്. ഓക്കെ, നോക്കാട്ടോ. പക്ഷെ എനിക്ക് ഫ്രഷ് ഉണ്ടല്ലോ, അത് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടമല്ല കേട്ടോ. ഹെർബലൈഫിൽ തന്നെ ഞാൻ എങ്ങനെയൊക്കെയോ കുടിച്ചതാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാല് അതിലേറെ എനിക്ക് ഗ്രീൻ ടീ തന്നെയാണ് ഇഷ്ടം. കുറച്ച് ചൂടാറി ഞാനങ്ങ് പെട്ടെന്ന് അങ്ങ് കുടിക്കും. പിന്നെ നല്ല വീഡിയോ. ഇന്നത്തെ ലഞ്ച് സൂപ്പറാണ്. ഇന്ന് എൻ്റെ വീട്ടിൽ പച്ചടി തന്നെ ആയിരുന്നു. സെയിം റെസിപ്പി ഐ ഫോളോ. ഐ വാണ്ട് ടു ട്രൈ യുവർ ബിരിയാണി. പ്ലീസ് ഷെയർ ദ റെസിപ്പി ലിങ്ക് ഇൻ നെക്സ്റ്റ് വ്ലോഗ്. ഐ റെഗുലർലി വാച്ച് യുവർ വ്ലോഗ്. എ വെരി പോസിറ്റീവ് എനർജി ആഫ്റ്റർ വാച്ചിങ് ഇറ്റ്. കവിത ഫ്രം പാലക്കാട്. ഓക്കെ, കവിത എനിക്ക് ഓർമ്മയുണ്ട്, നമ്മുടെ ഇൻസ്റ്റയിൽ മെസ്സേജ് ആക്കിയിട്ടുണ്ടായിരുന്നല്ലോ. നിങ്ങളുടെ മെസ്സേജൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. എന്തായാലും ജിനിത്ത ലവ് യു പറഞ്ഞിട്ടുണ്ട്. ലവ് യു മുത്തി. ഞങ്ങൾക്ക് കുറച്ച് കുമ്പളങ്ങ തരുമോ ചോദിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ്. എവിടെയാണ് വീട്? ഫസ്റ്റ് കാണുന്ന കമന്റ് മാത്രമാണോ വായിക്കാറുള്ളൂ? അല്ല, ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എത്ര കമന്റ് ഉണ്ടോ അതെല്ലാം വായിക്കോട്ടാ. പിന്നെ എന്റെ വ്ളോഗിന്റെ വലിപ്പത്തിനനുസരിച്ചിട്ടും ഇരിക്കും കമന്റ്. ഓക്കെ, ജിനിയുടെ വ്ളോഗ് ഞാൻ കണ്ടു തുടങ്ങിയിട്ട് കുറച്ചായിട്ടുള്ളൂ. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഇപ്പോൾ ഞാൻ സ്ഥിരം കാണും. ഓക്കെ, ഊണ് കഴിഞ്ഞാൽ ഉടനെ നോക്കാറുണ്ട്. താങ്ക് യു സോ മച്ച്. ഹായ് ഇത്ത മെലിഞ്ഞു പോയല്ലോ, ഇപ്പോൾ സുന്ദരി ആയിട്ടുണ്ട്. മാഷാ അല്ലാഹ്. അങ്ങനെ മെലിഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ. ഹായ് ജിനി, മഴയുണ്ടോ? മഴയില്ല, നല്ല ചൂടാണ്. സിസ്റ്ററിന്റെ ഹോം ടൂർ ചെയ്യുമോന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ ചെയ്യാം, എപ്പോഴെങ്കിലുമൊക്കെ സമയം കിട്ടുമ്പോൾ ചെയ്യാട്ടോ. ഇത്ത സൂപ്പർ ചേച്ചി, റെസിപ്പി സൂപ്പർ പറഞ്ഞിട്ടുണ്ട്. ആയിഷ മോൾക്ക് വീഡിയോയിൽ ഒരു ഹായ് പറയുമോ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഹായ് പറയാത്തത് നാളെ മുതൽ പിന്നെ ഫുൾ ഹായ് പറയല് കമന്റ് ആണ് വരിക, അതുകൊണ്ടാണ്. പക്ഷെ ഞാൻ എല്ലാവർക്കും ചേർത്തിട്ട് ഹായ് പറയാണ് കേട്ടോ. അങ്ങനെ ജിമ്മിലെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇത് ഇറങ്ങാൻ പോവാണ്. അപ്പൊ പിന്നെ അവിടെ വന്ന ഒരു കുട്ടിയുണ്ട്, പേര് രേവതി എന്നാണ്. അപ്പൊ അവളുടെ രേവതി തന്നെയാണ് എൻ്റെ ഓർമ്മ കേട്ടോ. അവളോട് സംസാരിച്ചു. അങ്ങനെ ഇന്നത്തെ ദിവസത്തിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഞങ്ങൾ ഇതാ ഇറങ്ങാൻ പോകുന്നു. ട്രെയിനോടൊക്കെ യാത്ര പറഞ്ഞു ഞങ്ങൾ ഇറങ്ങി. ഇനി ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വിടാൻ പോകും. അപ്പൊ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. ഓക്കെ, സൂപ്പർ വീഡിയോ. ഇത്ത ഓട്സ് പുട്ട് ഉണ്ടാക്കുന്നത് കാണിക്കൂ. ഇനി ഉണ്ടാക്കുമ്പോൾ കാണിക്കാം കേട്ടോ. അസ്സലാമു അലൈക്കും പറഞ്ഞിട്ടുണ്ട്. വലൈക്കും അസ്സലാം. താങ്ക്സ് ജിനിത്ത, റീഡിങ് മൈ കമന്റ് ടുഡേ ആൻഡ് എസ്റ്റർഡേ. ലെഗ് ഡേ വീഡിയോ കണ്ടു കേട്ടോ. സൂപ്പർ. ഞാൻ ഇൻസ്റ്റയിലിട്ട് കണ്ടിട്ടുണ്ടാവില്ലേ. അസ്സലാമു അലൈക്കും ജിനിത്ത. സലാം പറയുന്ന എല്ലാവർക്കും ഒരുമിച്ചിട്ടാണ് കേട്ടോ ഞാൻ വലൈക്കും അസ്സലാം എന്ന് പറയുന്നത്. നല്ല ശീലമാണ്, നല്ല കാര്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കമന്റ് വായിച്ചപ്പോൾ സന്തോഷമായി. താങ്ക് യു സോ മച്ച്. പിന്നെന്താണ് ജിനിത്ത, ഇത്തയുടെ വീട്ടിൽ എന്നാ ഇനി പോവുക ചോദിച്ചിട്ടുണ്ട്.
സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്യാം കേട്ടോ. എനിക്ക് ഈ വെക്കേഷന് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തോന്നുന്നില്ല എന്നല്ല, എനിക്ക് പറ്റൂല. അപ്പോൾ വന്നിട്ട് ചായ ഉണ്ടാക്കിയിട്ട് അതിനെക്കുട്ടി ചായക്ക് കൊണ്ടു കൊടുക്കുകയാണ്. പിന്നെ ഇക്കാക്ക് പോകാൻ സമയമായപ്പോൾ ഞാൻ വേഗം കറി ഉണ്ടാക്കണം കേട്ടോ. നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മുട്ടക്കറിയാണേ. അപ്പോൾ ജീരകം ഇട്ട് കൊടുത്തിട്ട് വലിയുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്, പച്ചമുളകും ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഗോൾഡൻ ബ്രൗൺ ആവട്ടെ. ഞാൻ ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ 1 സ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഗരം മസാല ആയാലും കുഴപ്പമില്ല. പിന്നെ ഒരു 3 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു 3 സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 2 സ്പൂണ്, കൂടെ തന്നെ ഒരു വലിയ തക്കാളി സ്ലൈസ് ചെയ്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പൊ ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്, ഇല്ലെങ്കിൽ അത് അടിപ്പിടിച്ചു പോകും, മൺചട്ടിയല്ലേ. അപ്പൊ ഇതാ എണ്ണയ്ക്ക് തെളിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ഇനിയും കുറച്ചും കൂടെ വെള്ളം ഒഴിക്കണം. പിന്നെ മുട്ട ഇട്ട് കൊടുക്കണം. അപ്പൊ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ മുട്ട ഇതുപോലെ വരഞ്ഞിട്ട് ഒരു 6 മുട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് നമുക്ക് വല്ല ഫിഷോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പൊ ഇന്നലെ പരത്തി വെച്ച് നമ്മുടെ പത്തിരിയാണ് കേട്ടോ. കണ്ടില്ലേ, ഒരു പ്രശ്നം ഉണ്ടാവില്ല. പലർക്കും ഇത് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞു. നല്ല പൊള്ളിച്ചിട്ട് വരും. 3 മറിച്ചിടല് ഇടുമ്പോഴേക്കും പൊള്ളിച്ച് വരും. ഞാൻ 3 എണ്ണം ഇടും, 2 എണ്ണം ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ചില ആൾക്കാർ 2 മറിച്ചിടല് ഇടാറും ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ നല്ലപോലെ പൊള്ളിച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ നെയ്സ് പത്തിരി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ പത്തിരി ഉണ്ടാക്കാൻ തോന്നുമ്പോൾ അങ്ങനെ തലേദിവസം ആക്കിയിട്ട് വെക്കും. ഈസിയാണ് കേട്ടോ, എനിക്ക് അതാണ് ഒന്നുകൂടി ഈസി. പക്ഷെ പത്തിരി ഉണ്ടാക്കാൻ കുറച്ച് ഞാൻ ബാക്കിലോട്ടാണ്. കണ്ടില്ലേ, 2 മറിച്ചിടലിനെ പൊള്ളച്ച് വരും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പത്തിരി ഉണ്ടാക്കുമ്പോൾ നമ്മളിങ്ങനെ തുടച്ചുണ്ടാക്കി കഴിഞ്ഞാൽ ഒരു പത്തിരി പോലും കരിയില്ല കേട്ടോ. അതാണ് അതിൻ്റെ ഒരു ഗുണം. അങ്ങനെ നമ്മുടെ കറിയൊക്കെ വെന്ത് തേങ്ങ അരച്ചു കൊടുത്ത് മല്ലിയില ഇട്ട് കൊടുത്ത് നമുക്ക് ഇഷ്ടമുള്ള കൺസിസ്റ്റൻസി ആക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റിൽ മുട്ടക്കറി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇക്ക റെഡിയായി വന്നു കേട്ടോ. ഇനിയിപ്പോൾ ഇക്കുള്ള എന്താ പറയാ, കറിയും പ്ലേറ്റും ഒക്കെ കൊണ്ടുവയ്ക്കാൻ ഞാൻ റിഹാനെ ഏൽപ്പിച്ചേക്കുവാണ്. റിഹാൻക്ക് ഇന്ന് സ്കൂളില്ല, മൺഡേ വരെ ഇന്ന് സ്കൂളില്ലല്ലോ. അപ്പോൾ റിഹാൻ തന്നെ എല്ലാം കൊണ്ടുവയ്ക്കുന്നുണ്ട്. ഞാൻ 2 സ്റ്റൈലിൽ 2 ചട്ടി വെച്ചിട്ട് പത്തിരി ചൂടാൻ തുടങ്ങിയിട്ടാ. പിന്നെ മുടി കെട്ടുന്നത് കാണിക്കാൻ പറഞ്ഞിരുന്നു. മുടി കെട്ടുന്നത് ഞാൻ എങ്ങനെ കാണിക്കുക? അത് മുടിയിൽ വെക്കുന്ന ആ സാധനം അല്ലേ? അയ്യോ സോറി അത് മറന്നു. നാളെ ടീഷർട്ടിന്റെ ഇത് കാണിക്കുമ്പോൾ അതിൽ കൂടെ കാണിച്ചാൽ മതിയോ? അതിൽ കൂടെ കാണിക്കാട്ടോ. എന്തായാലും ഇന്നും കൂടെ ആ ഒരു കമന്റ് ഇടുവോ? എന്നാൽ പിന്നെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരും കേട്ടോ. വരുന്ന ഓണത്തിന് വീട്ടിലേക്ക് വന്നാൽ നല്ല അടിപൊളി സദ്യ. സദ്യ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എവിടെ വീട് അതും കൂടെ ഒന്ന് പറയൂ കേട്ടോ. അപ്പൊ എന്തായാലും കുറെ ലൈക്ക്, ഹാപ്പി, അടിപൊളി. ഫുൾ ഗ്യാസ് ആണ്, വിറകടുപ്പില്ലേ ചോദിക്കുന്നുണ്ട്. വിറകടുപ്പ് നമ്മൾ യൂസ് ചെയ്യാറില്ല, പുറത്തുണ്ട്, ഗ്യാസ് തന്നെയാണ്. ഇൻസ്റ്റാ ID നമ്മുടെ ജിനീസ് കിച്ചൺ തന്നെയാണ് കേട്ടോ. സെർച്ച് ചെയ്താൽ കിട്ടും. 60K എബോവ് നമുക്ക് ഇത് ഫോളോവേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. റെസിപ്പി വീഡിയോസും ഒക്കെ അവിടെ ഉണ്ടാവും കേട്ടോ. അപ്പൊ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇൻസ്റ്റ ഇതുവരെ സപ്പോർട്ട് ചെയ്യാത്ത എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. യൂട്യൂബും സപ്പോർട്ട് ചെയ്യാത്ത എല്ലാവരും സെയിം ID തന്നെ നമുക്ക് യൂട്യൂബും ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഇന്ന് എൻ്റെ കൊച്ചിനോട് പത്തിരി കഴിക്കാമോ ചോദിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പൊ ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ റൈസ് അലൗഡ് ഉള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ എന്നോട്. അപ്പൊ ശരി, ഞാൻ വല്ലപ്പോഴും ഉണ്ടാക്കുന്ന സാധനമല്ലേ ഈ പത്തിരി. അപ്പോൾ അത് പറഞ്ഞപ്പോ ഓക്കെ ഇന്ന് കഴിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഞാനും മുട്ടക്കറിയും പത്തിരിയും കഴിച്ചു കേട്ടോ. പിന്നെ കഴിച്ചു കഴിഞ്ഞ് പിന്നെ കുറെ പാത്രം കഴുകാനുണ്ടായിരുന്നു, അടിച്ചു വാരാനുണ്ടായിരുന്നു, അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. അതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും സമയം ഒരുപാടായി. പിന്നെ നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് ഒരു സംഭവം അങ്ങ് നടക്കുകയും ചെയ്തു. പിന്നെ വ്ലോഗ് എടുക്കാനും പറ്റിയില്ല. ഇപ്പൊ അതിന്റെ ഒരു വിഷമത്തിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാല്. അതെന്താണെന്നുള്ളതൊക്കെ നമ്മുടെ വ്ലോഗ് വഴി അറിയും. കാരണം നമുക്ക് ഇനിയിപ്പം വ്ലോഗ് ഇടാതിരിക്കാൻ പറ്റില്ലല്ലോ, വ്ലോഗ് ഇടണല്ലോ. അപ്പൊ പിന്നെ എന്തായാലും അതൊക്കെ അറിയും കേട്ടോ. അപ്പൊ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക, എന്താണ് സംഭവം എന്നുള്ളതൊക്കെ നാളത്തെ വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പൊ എന്തായാലും ഞാനും ഉമ്മയും ഇരുന്ന് കഴിച്ചു. ഉപ്പാക്ക് പത്തിരി കഴിക്കാൻ പറ്റില്ല, ഗ്യാസ് വരുന്നു പറയുന്നുണ്ട് ഉപ്പ. അപ്പൊ ഉപ്പാക്ക് ഞാൻ പുട്ടുണ്ടാക്കി കൊടുത്തു. എന്താണെന്ന് അറിയില്ല, പത്തിരി കഴിച്ചാൽ ആൾക്ക് പറ്റുന്നില്ല കേട്ടോ. അപ്പൊ പത്തിരി ഉണ്ടാക്കിയ അന്ന് ഉപ്പാക്ക് വേറെ സ്പെഷ്യൽ ഉണ്ടാക്കുക, വേറെ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. അങ്ങനെ ഇതാ ഇക്ക പോകാൻ റെഡിയായി. ഇക്കന്ന് പാലക്കാട്ടിലോട്ടാണ് പോകുന്നത്. അവനവിടെ ഫുട്ബോൾ കളിക്കാണ്. കുട്ടി കാറ് പോകുമ്പോൾ ഫുട്ബോൾ കളിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ചെറുത് അവിടെ നിന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അവനക്ക് ഇങ്ങനെ പോകണമെന്നുണ്ട് കാറില്, പക്ഷെ പേടിയാണ് കേട്ടോ. നോക്ക് കാണിക്കണം, നോക്ക് കയറിയില്ല പറഞ്ഞിട്ട്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് ഇത്രയൊക്കെ തന്നെയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിച്ച ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. മറ്റൊരു കുഞ്ഞു വ്ലോഗായിട്ട് ഇനി വരാം. അതേപോലെ തന്നെ നമ്മുടെ
നമ്മുടെ FB, യൂട്യൂബ്, ഇൻസ്റ്റയൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ. സപ്പോർട്ട് ചെയ്യാതിരിക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു ലെവലിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഉയരങ്ങളിലോട്ട് എത്തണമെങ്കിൽ നിങ്ങളുടെ കമന്റും ലൈക്കും എല്ലാം എനിക്ക് ആവശ്യമുണ്ട് കേട്ടോ. ലൈക്ക് എന്തായാലും ചെയ്യണം, എന്നാൽ തന്നെ നമ്മുടെ വീഡിയോ കൂടുതൽ ആൾക്കാരിലോട്ട് എത്തുള്ളൂ. അതുകൊണ്ട് ലൈക്ക് ചെയ്യാണ്ട് ആരും കാണരുത്. പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യണേ. അങ്ങനെ കാറ് പോണത് നോക്കി നിന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവന്. എന്നാ പിന്നെ ഞാനങ്ങ് പോട്ടെ. ഓക്കെ, നാളെ നമ്മുടെ ടീഷർട്ടിനെ കുറിച്ചും തലയിലിടുന്ന സാധനത്തിനെ കുറിച്ചൊക്കെ ഒരു വ്ലോഗ് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും ബൈ.